മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ, അവരുടെ ശിഷ്യന്മാരെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ, ആ മാർഗമാണ് വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ, അവരിൽ നിന്ന് താബീകളും താബീകളും എങ്ങനെ മനസ്സിലാക്കിയോ, അവരുടെ മാർഗം പിന്തുടരുക. അവർ ഒരു കാര്യം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ സ്വഹാബു റസൂലില്ലാഹ് ഫലാ തഅബ്ബദുഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ആരാധനയായി പ്രവാചകനിൽ നിന്ന് കാണാത്ത ഒരു കാര്യവും നിങ്ങൾ ആരാധനയായി സ്വീകരിക്കരുതേ എന്ന് പണ്ഡിത ലോകം നമ്മെ പഠിപ്പിച്ച ആ അധ്യയനം നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ കർമ്മപരമായ കാര്യങ്ങളിലും സലഫുകൾ ഈ ഹദീസും ഈ ആയത്തുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബിയിൽ നിന്ന് സഹാബത്ത് പഠിച്ചതല്ലേ, മുൻഗാമികൾ പകർത്തിയതല്ലേ. അവർക്ക് മനസ്സിലാകാത്ത ഒരു കർമ്മം, അവർക്ക് മനസ്സിലാവാത്ത ഒരു ആചാരം നമുക്കുണ്ടാവാൻ പറ്റില്ല എന്ന് കൃത്യമായി പറയുന്ന വിഭാഗമാണ് മുജാഹിദുകൾ. ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് പ്രവാചകൻ ചെയ്തിരിക്കണം, പ്രവാചകന്റെ സഹാബത്ത് അറിഞ്ഞിരിക്കണം, സലഫുകൾ അത് നമുക്ക് പഠിപ്പിച്ചിരിക്കണം. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമരായ കാലക്കാർ എന്റെ കാലക്കാരാണ്, പിന്നീട് അതിനോടടുത്ത കാലക്കാരാണ്, പിന്നീട് അതിനോടടുത്ത കാലക്കാരാണ്. ഈ ഉത്തമ തലമുറയെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, അവരെ നിങ്ങൾ പിന്തുടരണം. ആ മാർഗം നമ്മൾ പിന്തുടരുന്നു. ഒരിക്കലും സഹോദരന്മാരെ, മുജാഹിദുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഞാൻ പറയട്ടെ. ഒരു മുജാഹിദ് പ്രവർത്തകനെ നിങ്ങൾ വിളിക്കോ, എന്നിട്ട് പറയൂ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒളു ഉണ്ടാക്കുമ്പോ തല മുഴുവൻ തടയുന്നു, അതുപോലെ തന്നെ നിങ്ങൾ തക്ബീർ കെട്ടുമ്പോ നെഞ്ചത്ത് കെട്ടുന്നു, ഇതിന് ഒരു പ്രമാണം ഉദ്ധരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമാണം ഉദ്ധരിച്ചില്ല എങ്കിൽ ആ പ്രവർത്തകൻ നിങ്ങളോടുകൂടെ വരും. അതല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഷാഫി ഇമാമിന്റെ എങ്കിലും പിൻബലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നു. ഞാൻ വിനയത്തോടെ പറയട്ടെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഷാഫി ഇമാമിനെ സ്വീകരിച്ചിരുന്നോ എന്ന് അല്ലാഹ് ചോദിക്കില്ല. ഇനി പടച്ച തമ്പുരാന്റെ കോടതിയിൽ നമ്മൾ വരുമ്പോ അള്ളാന്റെ ഹബീബിനെ വിട്ടിരുന്നോ, പ്രവാചകൻ വന്നിരുന്നോ, എന്ത് നിങ്ങൾ ചെയ്തു എന്ന് അല്ലാഹ് ചോദിക്കും. ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ച വചനം വഅന്ന ഹാദാ സിറാത്വീ മുസ്തഖീമാ. നബിയെ തങ്ങൾ അവിടുത്തെ ജനതയോട് പറയണം, അന്ന ഹാദാ സിറാത്വീ മുസ്തഖീമാ, ഇത് എന്റെ മാതൃകയാണ്, ഇത് എന്റെ മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പടച്ച തമ്പുരാൻ പ്രവാചകനോട് പറയുന്നു, ഫത്തബിഊ, എന്റെ ഈ ചര്യ നിങ്ങൾ പിന്തുടരണം, വലാ തത്തബിഉ സുബുൽ, ഭിന്നമായ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുതേ. ആ മാർഗം നിങ്ങൾ ഭിന്നമായ മാർഗം നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭിന്നിച്ചു പോകും, ഈ സമുദായത്തിന്റെ അഡ്രസ് തകർന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വചനം കൂടെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. എന്താണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്? ഞങ്ങൾ ഇമാമിനെ തഖ്ലീദ് ചെയ്യാത്തവരാണ്, മുജാഹിദുകൾ ഇമാമുകൾ അവഗണിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടല്ലോ. ആ ആക്ഷേപങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള സൂചന ഞാൻ നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കുക. ആ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരുമ്പോ പടച്ച തമ്പുരാൻ നിങ്ങൾക്കൊരു അവസരം വെക്കുന്നുണ്ട്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, യൗമ യഉദ്ദുല്ലാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ രണ്ട് കൈയും കടിക്കുന്ന ഒരു സമയം വരും, ഒരു ദിവസം വരും. അക്രമികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ. പടച്ച തമ്പുരാൻ നമുക്കിവിടെ ജീവിക്കാൻ ഒരു ക്രമം ഒരുക്കിയിരിക്കുന്നു. ആ ക്രമം തെറ്റിച്ച ആളുകളുണ്ടല്ലോ, അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ രണ്ട് കൈയും കടിച്ചുകൊണ്ട് അവർ വിതിമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയും, യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ,
എന്റെ കർമ്മങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തിയപ്പോൾ, എന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തിയപ്പോൾ, എന്റെ കർമ്മപരമായ കാര്യങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തിയപ്പോൾ, എന്റെ ഹബീബായ, എന്റെ ജീവന്റെ ജീവനായ എന്റെ മാതാപിതാക്കളെക്കാൾ, എന്റെ ഭാര്യ സന്തതികളെക്കാൾ, എന്റെ കച്ചവട ബിസിനസ്സുകളെക്കാൾ, ഈ ലോകത്തെക്കാൾ മുഴുവനും ഞാൻ സ്നേഹിക്കുന്ന എന്റെ സ്നേഹനിധിയായ, എന്റെ എല്ലാമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്രവർത്തനമാണോ ഞാൻ ചെയ്യുന്നത്? പ്രവാചകൻ നമസ്കരിച്ചതുപോലെയാണോ ഞാൻ നമസ്കരിക്കുന്നത്? പ്രവാചകൻ സകാത്ത് കൊടുത്തതുപോലെയാണോ ഞാൻ സകാത്ത് കൊടുക്കുന്നത്? ഇങ്ങനെയാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടതുണ്ടല്ലോ. അതുപോലെ എന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രവാചകൻ ആരോടൊക്കെയാണോ പ്രാർത്ഥിച്ചത്, അതുപോലെ പ്രവാചകൻ എങ്ങനെയൊക്കെയാണോ പ്രാർത്ഥിച്ചത്, അതുപോലെ എന്റെ പ്രാർത്ഥനയാവേണ്ടതുണ്ടല്ലോ എന്ന് ഈ ലോകത്ത് നിന്ന് ചിന്തിക്കാതെ മരിച്ചുപോയ ആളുകൾ ഹശ്റിന്റെ മൈതാനിയിൽ വന്നുകൊണ്ട് പറയുന്നു, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, അല്ലാഹുവിന്റെ പ്രവാചകനോടുകൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, എന്റെ കർമ്മങ്ങളും വിശ്വാസാചാരങ്ങളും പ്രവാചകൻ പറയുന്നത് പോലെ ഞാൻ ചിട്ടപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ റബ്ബേ. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, നാശമേ, ഞാൻ നട്ടത്തിലായി പോയല്ലോ, ഞാൻ ഹതഭാഗ്യനായല്ലോ. അല്ലാഹുവിന്റെ ഭീകരമായ ശിക്ഷ സംഹാര നൃത്തമാടുന്ന നരകീയ ലോകമിതാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നരകീയ അഗ്നിയിലേക്ക് ഞാൻ ഇതാ ഏത് സമയത്തും ചെന്ന് പതിക്കാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു റബ്ബേ. ഞാൻ എന്റെ കൂട്ടുകാര് പറയുന്ന, എന്റെ പാർട്ടിക്കാര് പറയുന്ന ആ പ്രവർത്തനങ്ങൾ കേട്ടതുകൊണ്ട് റബ്ബേ, എന്റെ മാർഗം ഇവിടെ അടഞ്ഞു പോയിരിക്കുന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും വായിൽ വെച്ചുകൊണ്ട് വിതുമ്പിക്കരയുന്ന ഒരു രംഗം ഹശ്റിന്റെ മൈതാനിയിൽ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഒരു പ്രഖ്യാപനം റബ്ബിന്റെ മുമ്പിൽ വിതുമ്പുന്ന ഹൃദയവുമായി പ്രവാചകൻ പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ജനത ഈ ഭൗതിക ലോകത്ത് നീ ജീവിക്കാൻ ജനങ്ങൾക്ക് അനുവദിച്ച ആ നിയമ സംഹിതകൾ ചവിട്ടിമതിച്ച് ഖുർആനിനെ അവഗണിച്ച് ഏതെങ്കിലും ശൈഖമാരുടെ പിന്നാലെ പോയിക്കൊണ്ട് റബ്ബേ ഈ ഖുർആനിനെ അവഗണിച്ചു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ കൈമലർത്തുന്ന ഒരു രംഗം ഹശ്റിന്റെ മൈതാനിയിൽ വരാനിരിക്കുന്നു ജനങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ ചെല്ലണം, നിങ്ങളുടെ ഉസ്താദുമാരെ സമീപിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്ത മാതൃക, ഇതിന് ഇമാം ഷാഫി എന്ത് പറഞ്ഞു, ഇമാം അശ്ശരി എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സമസ്തയുടെ പാളയത്തിൽ നിൽക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല സഹോദരന്മാരെ.